നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമ്പുരാൻ എന്ന പൃഥ്വിരാജ് സുകുമാർ സംവിധാനം ചെയ്ത സിനിമ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എതിരെയുള്ള ഒരു പ്രൊപ്പഗൻഡ മൂവിയാണോ അല്ലയോ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എതിരെയുള്ള ഒരു പ്രൊപ്പഗൻഡ മൂവിയാണോ നമുക്ക് ഒരിക്കലും തീർത്തും പറയാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ പോലും ഇത് ബി.ജെ.പി, ആർ.എസ്.എസിനെയും അപമാനിക്കുന്ന രീതിയിലും ക്രിസ്ത്യാനിറ്റിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുമുള്ള പല കാര്യങ്ങളും ഈ സിനിമയിലുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒന്ന് ക്രിസ്ത്യാനിറ്റിയെ അപമാനിക്കുന്ന രീതിയിലാണെങ്കിൽ ഇത് സാത്താനിക് രീതികളുടെ പല രീതികളിൽ പറഞ്ഞിട്ടുണ്ട്. സാത്താന്മാരെ പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും, അതുപോലെ കഴുത്തൊടിഞ്ഞ ക്രിസ്തുവിന്റെ രൂപവും തലകുത്തി വീഴുന്ന കുരിശു രൂപവും, അങ്ങനെ പല കാര്യങ്ങളും ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ക്രിസ്ത്യാനികളെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയാണ്. ക്രിസ്ത്യാനിറ്റിയെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ ലൂസിഫർ എന്നുള്ള വലിയ സംഭവമാണെന്നും അവർക്ക് അണ്ടർവേൾഡുമായി ഭയങ്കര ബന്ധമുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ആർ.എസ്.എസിനെ ഡയറക്റ്റ് രീതിയിലും, അതുപോലെ ഹിന്ദുത്വത്തെ അപമാനിക്കുന്ന രീതിയിലല്ല, ആർ.എസ്.എസിന്റെ പ്രവർത്തനങ്ങളെ അപമാനിക്കുന്ന രീതിയിലും, ഗോത്ര കലാപത്തെ എന്തുകൊണ്ടാണ് ആർ.എസ്.എസ് പറയുന്നത് ട്രെയിൻ കത്തിയതിനു ശേഷമാണ് ഗോത്ര കലാപം ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷെ അത് കാണിക്കാതെ ഈ ഗോത്ര കലാപം വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ കാണിക്കുകയും ഹിന്ദുക്കൾ മോശക്കാരായ രീതിയിൽ കാണിക്കുകയും അക്രമകാരികളാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കൂടുതൽ ഈ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ ചിലപ്പോൾ ഒരു ഐക്യം ഉണ്ടാവുകയും അങ്ങനെ അത് ബി.ജെ.പിക്ക് ഗുണകരമായി വരികയും ചെയ്യും. രണ്ടാമതായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുസ്ലിങ്ങളുടെ ഫണ്ട് കേരളത്തിലേക്ക് ഇങ്ങനെയുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ നമുക്ക് ഊഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഭീകരവാദത്തിനുള്ള ഒരു ഫണ്ട് വരുന്നത് കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയും അതുപോലെ ഹിന്ദുത്വവും മോശമാണെന്ന് കാണിക്കുന്നതും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അതുപോലെ അസമയം മുസ്ലിങ്ങളെ അപമാനിക്കുന്ന രീതിയിലാണ് ഇത് കാണിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇത് GCC രാജ്യങ്ങളിലോ അതുപോലെ ഗൾഫ് നാടുകളിലോ, എന്തിന് കേരളത്തിന്റെ തന്നെ വടക്കൻ മലബാറിലോ പോലും ഈ സിനിമ കാണിക്കാൻ അവർ അനുവദിക്കില്ല. ഇത്തരം രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇത് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബി.ജെ.പി സർക്കാരാണ് ഭരിക്കുന്നത്. അവരാണ് സെൻസർ ബോർഡിലുള്ള അംഗങ്ങളാണ്. ശരിക്കും അവര് ഇത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ ഈ കാര്യങ്ങളൊക്കെ സെൻസർ ചെയ്ത് മാറ്റേണ്ടതായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം ഒരു കാര്യം. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഇത് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഒന്നിപ്പിക്കുന്നതിനും അത് മുസ്ലിങ്ങൾക്കെതിരായിട്ടൊരു വികാരം തിരിച്ചുവിടുന്നതിനും വേണ്ടിയിട്ടാണോ നമ്മൾ സംശയിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ ഏതാണ്ട് ഒന്നിച്ചു വരികയും അടുത്ത ഇലക്ഷന് കേരളത്തിൽ ബി.ജെ.പിക്ക് ഒരു ചാൻസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ വളരെ മൈന്യൂട്ടായിട്ട് രീതിയിൽ ഈ സിനിമയിൽ ഇങ്ങനെ ചെയ്തതെന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഫണ്ട് വന്നിട്ട് ആ ഫണ്ടിൽ നിന്നാണോ ഇങ്ങനെ പണം ഉണ്ടാകുന്നതെന്നും, അതായത് ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന വല്ല ഫണ്ടും പൃഥ്വിരാജിന് ലഭിച്ചോ ആ ഫണ്ട് ഉപയോഗിച്ചാണോ ഈ സിനിമ നിർമ്മിച്ചത്, അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയെയും ഹിന്ദുത്വത്തെയും മോശമായി കാണിക്കുകയും ഇസ്ലാമാണ് നല്ലതെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു സിനിമയാണോ ഇതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കലാപരമായിട്ട് ഈ സിനിമ ഒരു മികച്ചതല്ല. പക്ഷേ ടെക്നിക്കൽ പരമായിട്ടും സിനിമയെ തിയേറ്ററിൽ പോയി കണ്ടവരോട് ഞാൻ പലരും ചോദിച്ചു ഇത് നല്ല സിനിമയാണ്. പക്ഷെ അവർ പറഞ്ഞത് അത് കണ്ടതെന്നാണ്. ഞാനിത് ഒരിക്കലും തിയേറ്ററിൽ പോയല്ല കണ്ടത്. ഞാൻ അല്ലാതെയാണ് സിനിമ കണ്ടത്. ഡാർക്ക് വെബിലൂടെയാണ് ഞാൻ പടം കണ്ടത്. അതിൽ എനിക്ക് കണ്ടപ്പോൾ കഥാപരമായിട്ടൊന്നും എനിക്ക് വലിയ രസമൊന്നും തോന്നിയില്ല. പക്ഷേ ഇത് തിയേറ്ററിൽ ചിലപ്പോൾ നല്ലതായിരിക്കും. കാരണം ചോപ്പർ വിമാനങ്ങൾ പറന്നു വരുന്നതും അതിന്റെ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലതായിരിക്കും. അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമ വൻ വിജയമായിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയുടെ നിർമ്മാണത്തിലും കാര്യങ്ങൾക്കും ഒക്കെ ഭീകര ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതാണ്. ഇപ്പൊ എന്തായാലും ഈ ഗോപാലിന്റെ ഓഫീസ് റെയ്ഡ് നടക്കുന്നു, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ആരുടെ പ്രൊപ്പഗണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാൻ കഴിയില്ല. അത് ഭാവിയിലുള്ള അന്വേഷണത്തിൽ കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഈ ഒരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ പടം വിജയിക്കട്ടെ. കാരണം ഒരുപാട് ആളുകളുടെ അന്നമാണ് ഈ സിനിമ. സിനിമാ വ്യവസായം പച്ചപിടിച്ചെങ്കിൽ മാത്രമാണ് ഗവൺമെന്റ് ടാക്സും കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. സിനിമാ വ്യവസായം എപ്പോഴും നല്ല രീതിയിൽ വരുന്നതാണ് നല്ലത്. കാരണം പുതിയ പുതിയ സിനിമ ഉണ്ടാകുന്നതിന് എല്ലാം. പക്ഷെ ഇതിങ്ങനെ പ്രൊപ്പഗൻഡ സിനിമയാണോ എന്ന് എന്തായാലും കേന്ദ്ര ഏജൻസികളും കേരളത്തിലുള്ള ആളുകളും ഒക്കെ അന്വേഷണം നടത്തേണ്ടതാണെന്ന് എനിക്ക് പറയാനുള്ളത്.